ഹായ്, എല്ലാവരെയും ഒരിക്കൽ കൂടി സീനാബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നതും സിമ്പിളായ ഒരു റെസിപ്പിയാണ് ഉണക്ക നാരങ്ങ അച്ചാർ. അപ്പം ആ നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത നാരങ്ങയാണിത്. ഒരു തുള്ളി വെള്ളം പോലും നാരങ്ങയിലില്ല. നാരങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്. നാരങ്ങയ്ക്ക് ഇതേ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇരിക്കുന്ന നാരങ്ങയിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. നന്നായിട്ട് ഇളക്കാൻ പോവുകയാണ്. മസാലയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിനി 2 പാത്രത്തിലേക്കാക്കി വെയിലത്തേക്ക് വെക്കാൻ പോവുകയാണ്. രണ്ട് പാത്രത്തിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒന്ന് വെയിലത്തോട്ട് വച്ചു കൊടുക്കാൻ പോവുകയാണ്. നാരങ്ങ ഉണക്കിയത് അച്ചാറിടാൻ പോവുകയാണ്. ഒരു ദിവസം മുഴുവനും വെയിൽ കൊള്ളിച്ച് എടുത്ത നാരങ്ങയാണിത്. നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല. ഈ പരുവത്തിലാണ് നാരങ്ങ ഇരിക്കുന്നത്. ഒരു ദിവസത്തെ വെയിൽ ഈ നാരങ്ങയ്ക്ക് കൊണ്ടിട്ടുള്ളൂ. ഇതുപോലെ മാത്രമേ വാടിയെടുത്തിട്ടുള്ളൂ ഈ നാരങ്ങ. ഇതിനകത്തിടുന്നത് വെളുത്തുള്ളി, കറിവേപ്പില. ഈ അച്ചാറിനകത്ത് പച്ചമുളകും ഇഞ്ചിയും ചേർക്കുന്നില്ല. പിന്നെ പൊടികളെല്ലാം എണ്ണയിൽ വഴറ്റിയിട്ട് കൊടുക്കുകയാണ് ഈ അച്ചാറിലേക്ക്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. കറിവേപ്പില, നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അര ടീസ്പൂൺ കായപ്പൊടി, ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി പൊടികളെല്ലാം കൂടെ നന്നായി ഒന്ന് ഒപ്പിച്ചെടുക്കാൻ പോവുകയാണ്. എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഉണക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അച്ചാറിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നാരങ്ങ കുറച്ച് ഉപ്പിട്ടാണ് ഉണക്കിയെടുത്തിരുന്നത്. ബാക്കി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ചാറിന് വേണ്ടിയിട്ട് വെള്ളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്നു. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. തിളപ്പിച്ചാർച്ച വെള്ളമാണ്. രണ്ട് ടീസ്പൂൺ വിനാഗിരിയോട് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കുറവുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ അച്ചാറിലേക്ക് പുളിയും എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങ ഉണക്കി അച്ചാറിട്ടേക്കുന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് നമ്മൾ ഭരണിയിലേക്ക് ഇട്ട് വെക്കും. ഒരു 5-6 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ അച്ചാർ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ നാരങ്ങ ഉണക്കിയൊന്ന് അച്ചാറിട്ട് നോക്കണം. നാരങ്ങ ഉണക്കുമ്പോൾ
ഒത്തിരി ദിവസം വെയിലത്ത് വെച്ച് ഉണക്കണ്ട, നല്ല വെയിൽ ഒരു ദിവസം കൊള്ളിച്ചാൽ മതി. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.